ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അംബ്രല്ല ഗൗൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഈ ഒരു സ്കേർട്ടിൻ്റെ അരവണ്ണം എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള പ്രത്യേകമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോയുമാണിത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ യോക്ക് പാർട്ട് നെറ്റിൽ വരുന്ന ഇതുപോലെയുള്ള സീക്വൻസ് വർക്ക് വരുന്ന നെറ്റാണ് എടുത്തിട്ടുള്ളത്. 1.5 മീറ്റർ നെറ്റും അതുപോലെ സ്കേർട്ടിൻ്റെ പാർട്ട് 4 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ല, ഇതുപോലെയുള്ള കോട്ടനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തലക്കലിൽ നിന്നും ഇതുപോലെ ഒരു 3/4 മീറ്റർ കട്ട് ചെയ്തെടുത്തു. ഇത് യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. യോക്ക് പാർട്ടിനുള്ള ഈ ഒരു ക്ലോത്ത് 4 ഫോൾഡറായി മടക്കി വെക്കുക. നാല് ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഈ ഒരു എഡ്ജ് നമുക്ക് ആവശ്യമില്ല. കണ്ടല്ലോ, ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പം എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 15 ഇഞ്ചാണ്. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് അടയാളപ്പെടുത്തി അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. അടുത്തതായി ഷോൾഡർ അടയാളപ്പെടുത്തുക. ഇനി ആം ഹോള് അടയാളപ്പെടുത്തുക. ഷോൾഡർ എത്രയാണോ നമുക്ക് എടുത്തത് അതുപോലെ തന്നെ ആം ഹോളും അടയാളപ്പെടുത്തുക. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ ആം ഹോളും 7 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു കർവ് വരയ്ക്കുക. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എത്ര തവണ വിട്ടതാണ്. അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ഇനി അടുത്തതായി ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിലേക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. അതുപോലെ വേസ്റ്റ് അടയാളപ്പെടുത്തുക. ഈ ഒരു ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. അല്ല, ഇതുപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുക. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തഡാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ അടയാളപ്പെടുത്തുക. ബാക്ക് നെക്ക് ഞാനിവിടെ 3 ഇഞ്ചാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. ഇനി ബാക്ക് നെക്ക് വരച്ച 6 ലൈനിൽ കൂടി തന്നെ വേണം കട്ട് ചെയ്യാൻ. അതുപോലെ ഷോൾഡറിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് ഒരു ചെരിഞ്ഞ ലൈൻ കൊടുക്കുക. അതല്ല, ഇതുപോലെ. ഇപ്പോൾ നമ്മൾ വരച്ച എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി മെയിൻ ക്ലോത്ത് എടുത്ത് 4 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് എടുത്ത് ഇതിന് മുകളിൽ വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള
ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, വർക്കില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 4 ഫോൾഡറായി വെക്കുക. ഇനി ലൈനിങ് എടുത്ത് അതിന് മുകളിൽ വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഏതൊരു അളവാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട അളവ് പ്രകാരം കട്ട് ചെയ്താൽ ഏതൊരാൾക്കും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇനി അടുത്തതായി സ്ലീവ് കട്ട് ചെയ്യാം. അതിന് ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് 4 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം ലെങ്ത് അടയാളപ്പെടുത്തുക. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്യുക. പിന്നെ ആം ഹോൾ കർവ് 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ അടയാളപ്പെടുത്തുക. അപ്പോൾ ആം ഹോൾ നമ്മൾ എത്രയാണോ എടുത്തത് അതിലേക്ക് 2.5 ഇഞ്ച് ആഡ് ചെയ്ത് വേണം ഈ ഒരു വിഡ്ത്ത് എടുക്കാൻ. ഇനി മുകളിൽ നിന്ന് 8 ഇഞ്ച് അടയാളപ്പെടുത്തി മസിലിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന അളവ് അടയാളപ്പെടുത്തുക. അങ്ങനെ ഇതുപോലെ താഴെയും നമ്മുടെ അളവ് എത്രയാണോ അത് അടയാളപ്പെടുത്തി അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ വരച്ച് ഫുള്ള് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ലീവിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി നെറ്റും ഇതുപോലെ 4 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു ലൈനിങ് വെച്ച് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. യോക്ക് പാർട്ട് കട്ട് ചെയ്തപ്പോൾ ബാക്കിലുള്ള നെക്കാണ് ആദ്യം കട്ട് ചെയ്തിരുന്നത്. ഇനി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മുടെ അംബ്രല്ല കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പം യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല. യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സ്കേർട്ടിനുള്ള അംബ്രല്ല കട്ട് ചെയ്യാമെന്ന് വിശദമായിട്ട് കാണിക്കുന്ന വീഡിയോയുമാണ് ഇത്. അപ്പം യോക്ക് പാർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, സ്ലീവ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനിയാണ് സ്കേർട്ടിനുള്ള പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടിനുള്ള അംബ്രല്ല കട്ടിങ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് വളരെ വിശദമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ ക്ലോത്ത് നിവർത്തി അതിൻ്റെ ഒരു തലക്കൽ നിന്നും നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 15 ഇഞ്ചൊക്കെ ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് വെച്ചിട്ട് വേണം 2ആയിട്ട് മടക്കാൻ. അപ്പോൾ ഞാനിവിടെ 35 ലെങ്ത്താണ് വേണ്ടത്. അതിലേക്ക് 15 ഇഞ്ച് ആഡ് ചെയ്ത് 6 ഭാഗം പിടിച്ചതിന് ശേഷം 2 ഫോൾഡറായി മടക്കുക. കണ്ണിൽ ഇതുപോലെ 2 ഫോൾഡറായി മടക്കിയതിന് ശേഷം ക്രോസിൽ മടക്കുക. ഈ ഒരു മൂല ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതുപോലെ ക്രോസിൽ മടക്കി വെക്കുക. കണ്ണിൽ ഇതുപോലെ എല്ലാ ഭാഗവും കറക്റ്റാക്കി പിടിച്ച് മടക്കി വെക്കുക. ഇതുപോലെ ക്രോസായി വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴെയുള്ള ഭാഗത്ത് കുറച്ച് ലെങ്ത്ത്
കുറവായിരിക്കും. അവിടെ നമുക്ക് കട്ട് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. കറക്റ്റാക്കി വെച്ചതിന് ശേഷം യോക്ക് പാർട്ട് എടുത്ത് ഇതുപോലെ 4 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് വെച്ച് നോക്കുക. കണ്ടല്ലോ, ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ അംബ്രല്ല കട്ടിങ്ങിനുള്ള ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം അടയാളപ്പെടുത്തി, കണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുക. ഇനി ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും താഴേക്ക് നമ്മുടെ ലെങ്ത് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് മുകളിൽ നിന്നും എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് ആ ഒരു ലെങ്ത് അടയാളപ്പെടുത്തുക. അങ്ങനെ ചുറ്റുഭാഗത്തും ഇതുപോലെ അടയാളപ്പെടുത്തി ആ ഒരു ഷേപ്പിൽ വേണം ഇത് കട്ട് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ അടയാളപ്പെടുത്തി. ഇനി ഈ ഒരു ലൈനിൽ നിന്നും താഴേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. അത് നമുക്ക് ഏറ്റവും താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും അതുപോലെ യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് അതിന് വേണ്ടിയുള്ള ഒരു സീം അലവൻസും കൂടിയാണ് 1.5 ഇഞ്ച്. അങ്ങനെ ചുറ്റിലും ഇതുപോലെ നമ്മൾ എത്രയാണ് അളവെടുക്കുന്നത് അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 37 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. കണ്ടല്ലോ, ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും കട്ട് ചെയ്യുക. കണ്ടല്ലോ, അംബ്രല്ല കട്ടിങ് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഏപ്പ് വരാനുണ്ട്. അപ്പോൾ നമ്മുടെ വിഡ്ത്തിനനുസരിച്ചാണ് ഈ ഒരു പാർട്ട് ഇതുപോലെ ഏപ്പ് വരലും ഇല്ലാതൊക്കെ. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് ഏപ്പ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റിൽ നിന്നും ഇതുപോലെ ഒരു പീസ് എടുത്ത് ആ ഒരു എഡ്ജ് ഭാഗത്തേക്ക് കയറ്റി വെച്ചതിന് 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം കയറ്റി വെച്ചതിന് ശേഷം മേലത്തെ പീസ് നിവർത്തി വെച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടല്ലോ, അപ്പം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു പീസിൻ്റെ മുകളിലത്തെ പീസ് വെച്ചതിന് ശേഷം ആ കട്ടിങ്ങിലൂടെ അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് ഇത്രമാത്രമുള്ളൂ. ഈ ലൈനിങ്ങും ഇതുപോലെ തന്നെ 2 ഇഞ്ച് കുറച്ച് ഈ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു കട്ടിങ് ഈ ഒരു പീസ് ഇവിടെ ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നില്ല, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടല്ലോ, യോക്ക് പാർട്ടിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് വെച്ചതിന് ശേഷം അളവ് അടയാളപ്പെടുത്തി അവിടെ സ്ട്രെയിറ്റായിട്ട് താഴേക്ക് വരെ സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ അളവിനനുസരിച്ച് തന്നെ
ഈ ഒരു സ്കേർട്ടിൻ്റെ പാർട്ട് അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് യോക്കിൽ അറ്റാച്ച് ചെയ്ത് കാണാം. ഓക്കെ, കണ്ടല്ലോ, നമ്മുടെ അറ്റാച്ചിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പം ഈ ഒരു ഇങ്ങനത്തെയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ എൻ്റെ ചാനലിൽ കുറേ വട്ടം ഇട്ടത് കൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം വീഡിയോയിൽ എല്ലാവരും ഒന്ന് പോയി മറ്റ് വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണണേ. അപ്പോൾ നമ്മുടെ ഗൗൺ ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ആ ഒരു ഏപ്പൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായി. ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.